സംഖ്യാപുസ്തകം അധ്യായം 19. നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. ദൈവം മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു. ദൈവം കൽപ്പിക്കുന്ന ന്യായപ്രമാണം എന്തെന്നാൽ, കളങ്കവും ഊനമില്ലാത്തതും മുഖം വയ്ക്കാത്തതുമായ ഓരോ ചുവന്ന പശുക്കിടാവിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ ഇസ്രായേല്യരോട് പറയുക. നിങ്ങൾ അതിനെ പുരോഹിതനായ ഏലിയാസാരിൻ്റെ പക്കൽ ഏൽപ്പിക്കണം. അവനതിനെ പാളയത്തിനു പുറത്തു കൊണ്ടുപോകുകയും ഒരുവൻ അതിനെ അവൻ്റെ മുമ്പിൽ വച്ച് അറുക്കുകയും വേണം. പുരോഹിതനായ എലെയാസാർ വിരൽ കൊണ്ട് അതിൻ്റെ രക്തം കുറേയെടുത്ത് സമാഗമന കൂടാരത്തിൻ്റെ മുൻഭാഗത്തിന് നേരെ 7 പ്രാവശ്യം തളിക്കണം. അതിൻ്റെ ശേഷം പശുക്കിടാവിനെ അവൻ കാൺകെ ചുട്ടു ഭസ്മീകരിക്കണം. അതിൻ്റെ തോലും മാംസവും രക്തവും ചാണകവും ചുട്ടുകളയണം. പിന്നെ പുരോഹിതൻ ദേവദാരു, ഈസോപ്പ്, ചുവന്ന നൂൽ എന്നിവ എടുത്ത് പശുക്കിടാവിനെ ദഹിപ്പിക്കുന്ന തീയുടെ നടുവിലിടണം. അനന്തരം പുരോഹിതൻ വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകിയ ശേഷം പാളയത്തിലേക്ക് വരികയും സന്ധ്യ വരെ അശുദ്ധനായിരിക്കുകയും വേണം. അതിനെ ദഹിപ്പിച്ചവനും വസ്ത്രം അലക്കി ദേഹം വെള്ളത്തിൽ കഴുകി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുവൻ പശുക്കിടാവിൻ്റെ ഭസ്മം വാരി പാളയത്തിന് പുറത്ത് വെടിപ്പുള്ള ഒരു സ്ഥലത്ത് വയ്ക്കണം. അത് ഇസ്രായേൽ മക്കളുടെ സഭയ്ക്ക് വേണ്ടി ശുദ്ധീകരണ ജലത്തിനായി സൂക്ഷിച്ചു വയ്ക്കണം. അതിനൊരു പാപയാഗം പശുക്കിടാവിൻ്റെ ഭസ്മം വാരിയവനും വസ്ത്രം അലക്കി സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ഇസ്രായേൽ മക്കൾക്കും അവരുടെ മധ്യേ വന്നു പാർക്കുന്ന പരദേശിക്കും ഇത് എന്നേക്കുമുള്ള നിയമമായിരിക്കണം. ഓരോ മനുഷ്യൻ്റെ ശവം തൊടുന്നവൻ 7 ദിവസം അശുദ്ധൻ ആയിരിക്കണം. അവൻ 3-ാം ദിവസവും 7-ാം ദിവസവും ആ വെള്ളം കൊണ്ട് സ്വയം ശുദ്ധീകരിക്കണം. അങ്ങനെ അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ 3-ാം ദിവസം സ്വയം ശുദ്ധീകരിക്കാതിരുന്നാൽ 7-ാം ദിവസം അവൻ ശുദ്ധിയുള്ളവനാകുകയില്ല. മരിച്ച ഒരു മനുഷ്യൻ്റെ ശവം ആരെങ്കിലും തൊട്ടിട്ട് സ്വയം ശുദ്ധീകരിക്കാതിരുന്നാൽ അവൻ ദൈവ തിരുനിവാസത്തെ അശുദ്ധമാക്കുന്നു. അവനെ ഇസ്രായേലിൽ നിന്ന് വിച്ഛേദിച്ചു കളയണം. ശുദ്ധീകരണ ജലം കൊണ്ട് അവനെ തളിച്ചില്ല. അവൻ അശുദ്ധൻ. അവൻ്റെ അശുദ്ധി അവൻ്റെ മേൽ നിലകൊള്ളുന്നു. കൂടാരത്തിൽ വച്ച് ഒരുവൻ മരിച്ചാലുള്ള പ്രമാണം, ആ കൂടാരത്തിൽ കടക്കുന്നവനും കൂടാരത്തിൽ ഇരിക്കുന്നവനും 7 ദിവസം അശുദ്ധനായിരിക്കും. മൂടിക്കെട്ടാതെ തുറന്നിരിക്കുന്ന പാത്രമെല്ലാം അശുദ്ധമാകും. വെളിയിൽ വെച്ച് വാളാൽ കൊല്ലപ്പെട്ട ഒരുവനെയോ മരിച്ചുപോയ ഒരുവനെയോ മനുഷ്യൻ്റെ അസ്ഥിയോ ഒരു ശവക്കുഴിയോ തൊടുന്നവനെല്ലാം 7 ദിവസം അശുദ്ധനായിരിക്കും. അശുദ്ധനായി തീരുന്നവനു വേണ്ടി പാപയാഗം ദഹിപ്പിച്ച ഭസ്മം എടുത്ത് ഒരു പാത്രത്തിൽ ഇട്ട് അതിൽ ഉറവ് വെള്ളം ഒഴിക്കണം. പിന്നെ ശുദ്ധിയുള്ള ഒരുവൻ
ഈ സോപ്പെടുത്ത് വെള്ളത്തിൽ മുക്കി കൂടാരത്തെയും സകല പാത്രങ്ങളെയും അവിടെയുണ്ടായിരുന്നവരെയും അസ്ഥിയോ കൊല്ലപ്പെട്ട ഒരുവനെയോ മരിച്ചുപോയ ഒരുവനെയോ ഒരു ശവക്കുഴിയെയോ സ്പർശിച്ചവനെയും തളിക്കണം. ശുദ്ധിയുള്ളവൻ ശുദ്ധനായി തീർന്നവനെ 3-ാം ദിവസവും 7-ാം ദിവസവും തളിക്കണം. 7-ാം ദിവസം അവൻ സ്വയം ശുദ്ധീകരിച്ച് വസ്ത്രം അലക്കി വെള്ളത്തിൽ കുളിക്കണം. സന്ധ്യയ്ക്ക് അവൻ ശുദ്ധിയുള്ളവനാകും. എന്നാൽ ആരെങ്കിലും അശുദ്ധനായി തീർന്നിട്ട് തന്നെത്താൻ ശുദ്ധീകരിക്കാതിരുന്നാൽ അവനെ സഭയിൽ നിന്ന് വിച്ഛേദിച്ച് കളയണം. അവൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. ശുദ്ധീകരണ ജലം കൊണ്ടവനെ തളിച്ചില്ല, അവൻ അശുദ്ധൻ. ഇത് അവർക്ക് എന്നേക്കുമുള്ള നിയമമായിരിക്കണം. ശുദ്ധീകരണ ജലം തളിക്കുന്നവൻ വസ്ത്രം അലക്കണം. ശുദ്ധീകരണ ജലം തൊടുന്നവനും സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. അശുദ്ധൻ തൊടുന്നതെല്ലാം അശുദ്ധമാകും. അത് തൊടുന്നവൻ സന്ധ്യ വരെ അശുദ്ധനായിരിക്കണം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാരകം